കെ.സി. വേണുഗോപാൽ എം.പിയുടെ കരുതലും കൈത്താങ്ങുമായി നിർധന കുടുംബാംഗമായ കാഞ്ചനഭായി ചെറിയമഠത്തിലിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം എം.പി നിർവഹിച്ചു. കെ.സി. വേണുഗോപാൽ എം.പിയുടെ കരുതലും കൈത്താങ്ങുമായി നിർധന കുടുംബത്തിലെ അംഗമായ കാഞ്ചനഭായി ചെറിയമഠത്തിലിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകി. നമ്മളുടെ പ്രദേശത്ത് ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ വീട് വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള വീടായിരുന്നു. ആ വീടിന് ഒരു പുനർജീവനം നൽകണമെന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാനും നമ്മുടെ ഇവിടുത്തെ ബൂത്ത് പ്രസിഡൻറ്റും വാർഡ് പ്രസിഡൻറ്റും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ പ്രിയങ്കരനായ എം.പി ശ്രീ കെ.സി. വേണുഗോപാൽ എം.പിയെ പോയി കാണുകയും അദ്ദേഹം ഇതിനു വേണ്ടി മുൻകൈ എടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. അദ്ദേഹം അതിനുവേണ്ടി മുൻകൈ എടുത്തു. അദ്ദേഹത്തിൻ്റെ സമയബന്ധിതമായി ഈ വീട് തീർക്കുവാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നൽകിയെന്ന് മാത്രമല്ല, അതിന് ഈ വീട് നിർമ്മിക്കുവാൻ വേണ്ടി ഒരു പണം ചെലവാക്കുന്നതിനായി ഷാർജയിലെ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും അതേപോലെ തന്നെ അദ്ദേഹം ഒരു 32 വീടുകൾ ഇതുവരെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തിട്ടുള്ള CVT സലീമിനെ അദ്ദേഹം വിളിച്ച് ഇവിടെ ഒരു വീട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് എത്ര രൂപയാണെങ്കിലും നിങ്ങൾ ആ ഉദ്യമവുമായി മുന്നോട്ട് പോകുവാൻ CVT സലീം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ പണി തുടങ്ങുകയാണ് ചെയ്തത്. ഈ വീട് 8.5 ലക്ഷം രൂപ 8,30,000 രൂപയോളം ചിലവഴിച്ചു. അതിനുശേഷം ചില അനുബന്ധ ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിന് കുറച്ച് അഡീഷണൽ പൈസ ഏകദേശം 9 ലക്ഷം രൂപയോളം ഇതിന് ചിലവായി. അതിൻ്റെ ആ ബഡ്ജറ്റ് വെച്ചാണ് ഈ വീട് സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാണ്. പ്രത്യേകിച്ച് വിഷുദിനത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ പുണ്യകർമ്മത്തിൻ്റെ ഒരു പ്രതിഫലനമെന്നോണം ഈ വിഷുദിനത്തിൽ തന്നെ ഇതിൻ്റെ താക്കോൽ കൈമാറുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ ഒരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സുമനസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സാഹചര്യം ഒരാളിന് പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വാർഡ് കമ്മിറ്റി അതേപോലെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും ഭാരവാഹികളുമായ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിലൊക്കെ ഒന്നിച്ചു നിൽക്കുകയാണ്. തീർച്ചയായും വരുന്ന സമയങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സജീവമായും സക്രിയവുമായും ഇടപെടുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് കരിയിലക്കുളങ്ങര ജംഗ്ഷന് പടിഞ്ഞാറ് വശം പുത്തൻ റോഡ് ജംഗ്ഷനിൽ കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം ചെയ്തു. വിഷു കൈനീട്ടമായി 101 അമ്മമാർക്ക് വിഷുക്കോടി വിതരണവും കായിക കലാരംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈൻലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. OICC ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിൽ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ, OICC UK മുൻ പ്രസിഡന്റ് ഷൈനോ ക്ലെയർ മാത്യു, DCC ഭാരവാഹികളായ AJ ഷാജഹാൻ, AP ഷാജഹാൻ, CA സാദിഖ്, സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, UDF കൺവീനർ AM കബീർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.